ഹലോ, നമ്മളെ ഹോട്ടൽ സൈറ്റിലെ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ജിപ്സം സീലിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ബോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് ഏരിയ ആണിത്. നമ്മളെ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റ് ഏരിയൻ്റെ സീലിംഗ് ഏരിയ ആണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്തതല്ല, നമ്മൾ ഇലക്ട്രിക്കൽ സെക്ഷനാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുമ്പ് ഈ ഇവർ സീലിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറേ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അത്. പിന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇലക്ട്രീഷ്യന്മാരോ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവരോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ വീടിൻ്റെ ഒരു പ്ലാനിങ് വെച്ചിട്ട് വീട് പണി നോക്കുന്നവർ, വീടിൻ്റെ റൂമിൽ ജിപ്സം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഷോപ്പ് ചെറിയ ജിപ്സം ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ആയിരിക്കും ഇങ്ങനെ ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വർക്ക് പറയുന്നത്. എന്ത് വർക്കാണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടി ജിപ്സം ഡ്രോയിങ്ങും അതുപോലെ ഇലക്ട്രിക്കലിൻ്റെ വയറിങ് ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ജിപ്സത്തിൻ്റെ ഡ്രോയിങ് കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഡിസൈൻ നമുക്ക് മനസ്സിലാക്കിയാൽ മതി എങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളത്. അതേപോലെ അതിൻ്റെ ഹൈറ്റ്, അതേപോലെ ഡബിൾ ലെയറിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതായത് കോവ്, അങ്ങനെ പല ഡിസൈൻ പല മോഡൽ സംഭവങ്ങളും ഇല്ലായ്മ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോയിങ് കിട്ടണം. എന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല നമുക്ക്. അതിനനുസരിച്ച് നമുക്ക് പ്രോപ്പറാക്കിയിട്ട് വയറിംഗ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഇലക്ട്രിക്കൽ വയറിംഗ് വർക്ക് ഞാൻ 2 പ്രാവശ്യം മാറ്റി ചെയ്തിട്ടുണ്ട്. അതായത് ഈ ആർക്കിടെക്ട്മാരൊക്കെ ഡിസൈൻ മാറുമ്പോൾ ആദ്യം ജിപ്സം സീലിംഗ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഒരു വേറെ ഡ്രോയിങ് ആയിരുന്നു. അപ്പോൾ സീലിംഗ് വന്നതോടുകൂടി ആ ഡ്രോയിങ് മാറി, സീലിങ്ങിലൊക്കെ ലൈറ്റ് ഒക്കെ വെക്കുന്ന രീതിയിലായി. അപ്പോൾ ഡ്രോയിങ് വീണ്ടും മാറി, ഡിസൈൻ മാറി. അപ്പോൾ വീണ്ടും മാറ്റി ചെയ്ത്, അങ്ങനെ വീണ്ടും 2 പ്രാവശ്യം മാറ്റി ചെയ്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ജിപ്സം വന്നുകൊണ്ട് ഇവിടെ കോവലൈറ്റ് ഉണ്ട്, ചെറിയൊരു സ്റ്റെപ്പ് കണ്ടില്ല. അപ്പോൾ കോവലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് അഡീഷണലി വന്നു. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബീം കണ്ടില്ലേ, ഒരു കട്ടിങ് അവിടെ ക്ലോസ് ആവുന്നുണ്ട്, അതിൻ്റെ പുറത്ത് പിന്നെ വേറെ. അപ്പോൾ അതിൻ്റെ ആ ഒരു കോവലൈറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിട്ടില്ല. തൊട്ടുപുറത്ത് വീണ്ടും അങ്ങനെ 3 കഷ്ണമാക്കിയിട്ടാണ് നമ്മൾ കോവലൈറ്റ് ഒരു സൈഡിൽ മാത്രം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇങ്ങനെ തന്നെയാണ്. അവിടെയാണ് കോവലൈറ്റിൻ്റെ ഒരു പോയിൻ്റാണ് അവിടെ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഇവിടെ. അപ്പോൾ സീലിംഗിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഓൾറെഡി ഒരു പോയിൻ്റ്, അത് പിന്നെ നമ്മൾ കോവലിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ കേട്ടോ. അങ്ങനെ 2 സൈഡിലും 3 കോവലൈറ്റ് പോയിന്റുകൾ സെപ്പറേറ്റിന് കൊടുക്കേണ്ടി വന്നു. കാരണം ഈ കട്ടിങ് ഉണ്ടായതുകൊണ്ട് ഒരു കോവലൈറ്റിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വയറിങ്ങിന് കറക്റ്റ് ഒരു ഡ്രോയിങ് ഉണ്ടാക്കുക. ഈ ചേഞ്ച് ആകുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വരിക. അപ്പോൾ പരമാവധി ചേഞ്ച് ഇല്ലാതെ തന്നെ നോക്കട്ടോ. ഇപ്പോൾ ഈ ഡിസൈനിൽ ഇപ്പോൾ ഇത് നെക്സ്റ്റ് റൂം കിച്ചൺ ഏരിയ കേട്ടോ, അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത് ബാക്കിയുള്ള കോവ് കഴിഞ്ഞതിന് ശേഷം ഫുൾ പ്ലെയിൻ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ഡിസൈനാണ്. ആ ഡിസൈനിങ്ങിൽ പിന്നെ ചെറിയ ഒരു ബീഡിങ് വർക്കുകളൊക്കെ ചെറിയ ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. വലിയ അധിക വർക്കുകളൊന്നുമില്ല, സിമ്പിളാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാകുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. വിൻഡോ കണ്ടോ, ഒരു ആർച്ച് ഷേപ്പ്. ഇവിടെ എല്ലാം ഒരു ആർച്ച് ടൈപ്പാണ് ഇവിടെ എല്ലാ ഡിസൈനും കാണുന്നത്. വിൻഡോയും പിന്നെ അതുപോലുള്ള വർക്കുകളും എല്ലാം ഒരു ആർച്ച് ടച്ചപ്പ്. പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റ് സെക്ഷനും പിന്നെ ഹാൻഡ് വാഷിങ്ങും ആ ഒരു ഏരിയയാണിത്. പിന്നെ ജിപ്സം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ മുമ്പ് ഇൻഡസ്ട്രിയൽ സോക്കറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ചുമറ്റിന് മുകളിൽ അവിടെ ചില്ലർ, നമ്മളെ ഈ ബോട്ടിലുകളുണ്ടല്ലോ, വാട്ടർ ബോട്ടിൽസ്, അതിൻ്റെ എല്ലാം വേണ്ടിയിട്ട് ഒരു പവർ പ്ലഗ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജിപ്സം ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇലക്ട്രിക്കൽ നോക്കേണ്ടത് നമുക്ക് കറക്റ്റ് എങ്ങനെയാണ് ലൈറ്റ് പോയിൻ്റ് വരുന്നത് എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് അതേ പ്രോപ്പറാക്കിയ കറക്റ്റ് പോയിൻറ്റിൽ നമ്മൾ മെഷർമെൻറ്റൊക്കെ ചെയ്തുകൊണ്ട് വയറിങ് ചെയ്താൽ പിന്നീട് നമുക്ക് ലൈറ്റ് ഫിക്സിങ്ങും സമയത്തൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ കിട്ടും. അതായത് ലൂപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ സോക്കറ്റ് ഉണ്ട്, തൊട്ടപ്പുറത്തുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു ബീഡിങ് വർക്ക് കണ്ടില്ലേ, ആ ഒരു ഐറ്റം മോഡലാണ് നമ്മൾ സീലിങ്ങിൽ വരുന്നുണ്ട്. ഇത് കിച്ചൺ സൈഡാണ്. ഇതിൻ്റെ വീഡിയോ പിന്നീട് അടുത്ത വീഡിയോയിൽ അങ്ങ് ചെയ്യാം. പിന്നെ ഇതിൽ വരുന്നത് 3 സീലിംഗ് ഫാൻ ഉണ്ട് കേട്ടോ. AC ഇല്ല കേട്ടോ, കൂർഗിലായതുകൊണ്ട് പിന്നെ ഫുൾ ടൈം തണുപ്പുണ്ട്. അപ്പോൾ ഒരു 3 ഫാൻ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിങ് ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈനിങ് 3 ആക്കിയിട്ട് 3 ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലാക്കിയിട്ടാണ് ഫാന് കൊടുത്തിട്ടുള്ളത്. പലരും ചോദിക്കുന്നുണ്ട് 2 ലൈനാക്കിയിട്ട് 3+3 6 ഫാന് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു ചൂടിൻ്റെ ഒരു പ്രശ്നം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടില്ല, 3 കൊടുത്തിട്ടുള്ളൂ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വീഡിയോ ഇനി കിച്ചൺ പവർ പ്ലഗ് വീഡിയോസ്.